ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ യുഎഇയിലെത്തിയ ഇന്ത്യയുടെ സർവകക്ഷി സംഘത്തിന്റെ സന്ദർശനം സമാപിച്ചു. ഭീകരവാദത്തിനെതിരെ യുഎഇ പൂർണ്ണ പിന്തുണ അറിയിച്ചെന്ന് സർവകക്ഷി സംഘം അറിയിച്ചു. പാകിസ്ഥാന്റെ കുതന്ത്രങ്ങളെ തുറന്നുകാട്ടിയെന്നും ഇന്ത്യൻ സംഘം പറഞ്ഞു. സംഘത്തിന്റെ ദുബായിലെ വാർത്താ സമ്മേളനത്തിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി എൽവിസ് ചുമ്മാറിന്റെ റിപ്പോർട്ടിലേക്ക്. ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാനെത്തിയ ഇന്ത്യയുടെ സർവകക്ഷി സംഘത്തിന്റെ 3 ദിവസത്തെ സന്ദർശനമാണ് സമാപിച്ചത്. അബുദാബിയിലും ദുബായിലുമായി നിരവധി യുഎഇ പ്രമുഖരുമായി സംഘം കൂടിക്കാഴ്ച നടത്തി. ഭീകരതയെ ഇന്ത്യയും യുഎഇയും ഒരുമിച്ച് നേരിടുമെന്ന് സർവകക്ഷി സംഘത്തലവൻ ഡോക്ടർ ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡെ MP ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം ഇന്ത്യ പാക് പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്ത്യക്ക് മുന്നിൽ യുഎഇ ഏതെങ്കിലും ഫോർമുല മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്ന ജയ്ഹിന്ദ് TV ചോദ്യത്തോട് സംഘത്തലവൻ ഇങ്ങനെ പ്രതികരിച്ചു. India and UAE have a very good relation for the last many decades. Part of that scenario, I'll ask you one thing. Did the UAE has submitted any formula or any amicable solution package to India for reduce this crisis? So we are here to give a particular message that is against terrorism, and we have a bilateral relationship with UAE for a very long time. Through this bilateral relationship, we are exchanging trade, and I think more things are happening, trade, culture. So only motive of this visit is the sensitization of the nations and the nations to appreciate our message. The message is being appreciated by the UAE. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച ആദ്യ രാജ്യങ്ങളിലൊന്നാണ് യുഎഇ എന്നും ഇവർ പറഞ്ഞു. അതേസമയം സന്ദർശനം വലിയ പ്രതീക്ഷയാണ് നൽകുന്നതെന്ന് സംഘത്തിലെ ഏക മലയാളിയായ MP ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. ഏത് സമയത്ത് വലിയ ടോളറൻസ് കാണിച്ച രാജ്യമായിരുന്നു. ഇവിടെ നമ്മൾ എത്രയോ കാലമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. നിങ്ങളൊക്കെ പത്രക്കാരെന്നുള്ള നിലയിൽ എപ്പോഴും കാര്യങ്ങൾ കവർ ചെയ്യുന്നതാണ്. പക്ഷേ ഈ പ്രശ്നത്തിനും ഇന്ത്യയുടെ കൂടെ സജീവമായിട്ട് നിന്നെന്ന് മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ ഭീകരതയ്ക്കെതിരായിട്ടുള്ള മൂവ്മെൻറ്റ് ഉയർന്നു വരേണ്ട കാര്യം. അതിൽ എന്ത് ചെയ്യാൻ പോകുന്നുള്ള ചോദ്യം നിങ്ങളാരും ചോദിച്ചു. UAEയും ഇന്ത്യയും അത് ഒരേ സ്വരത്തിൽ നിന്നുകൊണ്ട്, ഒരേ സ്വരം വെച്ചാൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ലോകാടിസ്ഥാനത്തിൽ തീവ്രതയ്ക്കെതിരായിട്ടുള്ള മൂവ്മെൻറ്റ് വേണമെന്നുള്ളതാണ്. ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീർ, കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ഉൾപ്പെടെയുള്ളവരും സംബന്ധിച്ചു. ഇങ്ങനെ ഇന്ത്യയുടെ സാമൂഹ്യ ഘടനയെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വിഭജന ശ്രമങ്ങളെ ചെറുക്കുമെന്നും ഇത് UAEക്കൊപ്പം UAEയിലെ ഇന്ത്യക്കാരായ പ്രവാസികളെയും ബോധിപ്പിക്കാനും ലക്ഷ്യമിട്ടായിരുന്നു ഈ സന്ദർശനം. ലോകത്തിനു മുന്നിൽ പാകിസ്ഥാന്റെ ഭീകരതയെ തുറന്നുകാട്ടുക എന്ന വലിയ ദൗത്യമാണ് ഇന്ത്യ ഏറ്റെടുത്തത്. ഈ ദൗത്യം ഒരു പരിധിവരെ വിജയിച്ചുവെന്ന് ഈ സന്ദർശനം വ്യക്തമാകുന്നു. ദുബായിൽ നിന്നും ക്യാമറമാൻ ധനീഷിനൊപ്പം എൽവിസ് ചുമ്മാർ, ജയ്ഹിന്ദ് ന്യൂസ്. First time in television history, one man's 17-year TV show, 850 plus episodes, one anchor every week, 17 years, Middle East This Week, only on Jayhind TV. An Elvis Chumar TV show. Middle East This Week. Middle East beyond the headlines.